ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മുടെ മൂകാംബിക വീഡിയോ ഇവിടെ കഴിയാൻ കേട്ടോ. മൂകാംബികയിൽ യാത്ര ചെയ്ത് ഞാൻ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്തു. ഞാൻ കുറേ അധികം ലാഗ് അടുപ്പിച്ചു എന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ വെറുപ്പിക്കലാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച് ഹോട്ടലിൽ നിന്ന് നമ്മൾ പൂരി മസാല കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ശരിക്കും ഒന്ന് ഉഷാറായത്. പിന്നെ ഞാൻ കുറച്ച് മുന്നേ കാണിച്ചത് നമ്മൾ അവിടെ സ്റ്റേ ചെയ്ത റൂമായിരുന്നു. ആ ഒരു ചെറിയ റൂമിന് നമ്മൾ അവിടെ കൊടുത്തത് 2000 രൂപയാണ് കേട്ടോ. 2500 എന്തോ ആണ് പറഞ്ഞത്. നമ്മൾ പേശിയാണ് അത് 2000 ആക്കിയത്. അതിന് മുൻപ് ഞങ്ങൾ ചെന്ന് ഇറങ്ങിയ സമയവും നമ്മൾ പോയ ദിവസവും നമ്മളൊന്ന് കരുതിയിട്ട് വേണം മൂകാംബിക പോകാൻ വേണ്ടിയിട്ട്. ഞാൻ അവിടെ അന്വേഷിച്ച് പറയാൻ പറ്റിയത് വെള്ളി ശനി ഞായർ അവിടെ ഒട്ടുമിക്ക വെള്ളി ശനി ഞായറും അവിടെ നല്ല തിരക്കായിരിക്കും. അപ്പം നമ്മൾ റൂമുകളൊക്കെ ഫുള്ളായിരിക്കും. അപ്പം നമ്മൾ എത്തിച്ചേർന്നത് രാത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ റൂമിനൊക്കെ നല്ല റേറ്റ് ആയിട്ടോ. ഒരു റൂമിന് അവർ പറഞ്ഞത് 5000, 5500, 6000 രൂപയൊക്കെ ആയിരുന്നു. അതിന് മാത്രമുള്ള റൂമൊന്നും ഇല്ലായിരുന്നു. ആകെ രാത്രി ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടും ഒന്ന് രാവിലെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ റൂം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പോകുമ്പോൾ പകൽ എവിടെ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞങ്ങളവിടെ എത്തിയത് നല്ല രാത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് റൂം അന്വേഷിച്ചെങ്കിലും എല്ലാം ഭയങ്കര റേറ്റ് പറയുന്നതുകൊണ്ട് നമ്മൾ ഈ 2000 ഉറപ്പിച്ചിട്ടോ. ഇതന്നെ 2000 തന്നെ നമ്മൾ വില പേശിയിട്ടാണ്. ഒന്നുകിൽ നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നത് മുൻപേ ഓൺലൈനായിട്ട് റൂം ബുക്ക് ചെയ്യുക. നമ്മൾ ട്രെയിനിന് കുറേ നോക്കി, പക്ഷേ ഓൺലൈനായിട്ടൊന്നും കിട്ടിയിരുന്നില്ല. അങ്ങനെ അവിടെ പോകുന്നവർ സ്ഥിരമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരുണ്ടാകും. പിന്നെ അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ രാവിലെ ഒരു 9-9:30 ആകുമ്പോഴേക്ക് തന്നെ നമ്മളെല്ലാം കഴിഞ്ഞ് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിട്ടോ റൂമിൽ നിന്ന്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളുടെ റൂമിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ടായിരുന്നുള്ളൂ ബസ് സ്റ്റാൻഡിലേക്ക്. അവിടെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി അവിടെ നിന്ന് നേരെ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ ബസ് കയറി. ബസ്സിലൊന്നും തീരെ തിരക്കുണ്ടായിരുന്നില്ല. ഒരു 50 രൂപേൻ്റെ താഴെയാണ് ബസ്സിന് ടിക്കറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ മൂകാംബിക പോയവർക്കറിയാം അതൊരു ഫോറസ്റ്റ് ഏരിയയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ യാത്ര നല്ല അടിപൊളിയായിരുന്നു. ബസ്സിലാണെന്നല്ല തോന്നാത്ത വിധത്തിലുള്ള യാത്രയായിരുന്നു. പിന്നെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഇന്നലെ രാത്രി ഓട്ടോ ചേട്ടന്മാർ കൊണ്ടുപോയ റൂട്ടിലല്ലായിരുന്നു ബസ് വന്നത് കേട്ടോ. ഓട്ടോ ചേട്ടന്മാർ കുറേ ചുറ്റിയിട്ടാണ് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ അവർ 800 രൂപയോളം നമ്മൾ വാങ്ങുകയും ചെയ്തു. പിന്നെ നമ്മൾ ബൈന്ദൂർ സ്റ്റേഷൻ്റെ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ഇറങ്ങി ഒരു 10 മിനിറ്റ് ഒരു 5-10 മിനിറ്റേ ഉള്ളൂ സ്റ്റേഷനിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട്. അതും നടന്നു. അങ്ങനെ നമ്മളെ കാത്ത് തന്നെ ഒരു ട്രെയിൻ ലേറ്റായിട്ട്, വളരെയധികം ലേറ്റായിട്ട് വരുന്നുണ്ടായിരുന്നു. 5-6 മണിക്കൂർ ലേറ്റായിട്ടാണ് വരുന്നത്. ആ ട്രെയിൻ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കോഴിക്കോടേക്ക് കിട്ടുകയും ചെയ്തു. അപ്പം നമ്മൾ പോകുമ്പോൾ ട്രെയിൻ ഇങ്ങനെ മാറി കയറി കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും നമ്മൾ മൂകാംബിക അമ്മയെ തൊഴുത് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ യാത്രയൊക്കെ നല്ല സ്മൂത്തായിരുന്നു. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഈസി ആയിട്ട് അവിടെ എത്തി. മൂകാംബിക പോയി വരുന്നതിൻ്റെ ആ ക്ഷീണം നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ബൈന്ദൂർ സ്റ്റേഷൻ നിങ്ങൾ കണ്ടുള്ള നല്ല അടിപൊളി സ്റ്റേഷനാണ്. നമ്മളൊരു കുഞ്ഞു സ്റ്റേഷനാണെങ്കിലും കാണാൻ നല്ല അടിപൊളിയാണ്. അപ്പം നമ്മൾ മൂകാംബിക പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അവർ നമ്മളെ മാക്സിമം ഊറ്റാൻ ശ്രമിക്കും. നമ്മൾ അതിൽ വീഴാതിരിക്കുക. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ യാത്ര ബസ്സിലും ട്രെയിനിലൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് അവസാനിച്ചു കേട്ടോ.